പ്രിയരെ, ചെന്ന ടൈഡിങ്സിന്റെ അടുത്ത ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയുടെ പ്രസിഡന്റ് സ്ഥാനം ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുക്കും. യുഎസിൻ്റെ സാമ്പത്തിക ആധിപത്യം, പ്രത്യേകിച്ച് ലോകത്തിലെ മുൻനിര കറൻസിയായ യുഎസ് ഡോളറിൻ്റെ ശക്തി എന്നിവ കണക്കിലെടുക്കുമ്പോൾ വാഷിംഗ്ടണിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ലോകമെമ്പാടും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് യുഎസ്. എന്നാൽ ട്രംപിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നതാണ് ഒരു പ്രധാന ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ അതിന് സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ആഗോള സാമ്പത്തിക വളർച്ചയുടെ ചലനാത്മകത യുഎസിൽ നിന്ന് ചൈനയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാന കാരണം. 1990കളിൽ ചൈന തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വിദേശ നേരിട്ടുള്ള നിക്ഷേപണത്തിന് തുറന്നുകൊടുത്തതിന് ശേഷം അത് അതിവേഗ വളർച്ച കൈവരിച്ചു. ഈ കാലയളവിൽ ചൈനയുടെ GDP 6 ഇരട്ടിയിലധികം വർദ്ധിച്ച് അമേരിക്കയുടെ തൊട്ടു താഴെയെത്തി. യുഎസിൻ്റെയും മറ്റ് പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെയും വാർഷിക വളർച്ചാ നിരക്കുകളിൽ ഈ മാറ്റം പ്രതിഫലിക്കുന്നു. 2022 ഏകദേശം 1.94% എന്ന യുഎസിൻ്റെ വളർച്ചാ നിരക്ക് മാന്യമാണെങ്കിലും ചൈനയുടെ വളർച്ചാ നിരക്ക് 2.99 ആയിരുന്നു. ഇന്ത്യ അതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ട്രംപ് അധികാരത്തിലേറിയാൽ ഉടനെ തന്നെ ചൈനയുമായി ഒരു വ്യാപാര യുദ്ധത്തിനുള്ള സാധ്യത ഉയർന്നു വന്നിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞത് 60% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഇതിനകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, പതിറ്റാണ്ടുകളായി ഔട്ട്സോഴ്സിംഗ് നടത്തിയിരുന്ന യുഎസ് മുതലാളിമാർ ഉൽപ്പാദനം യുഎസിലേക്ക് മാറ്റാൻ തയ്യാറാകുമോ എന്നതാണ്. ഈ ഔട്ട്സോഴ്സിങ്ങിനുള്ള പ്രാരംഭ കാരണം തന്നെ യുഎസ് തൊഴിലാളികൾക്ക് ഉയർന്ന വേതനം കൊടുക്കേണ്ടി വന്നിരുന്നു എന്നതാണ്. എന്നാൽ യുഎസ് മുതലാളിമാർ ഇതിന് തയ്യാറായിരുന്നില്ല. പകരം അവർ ചൈന, ഇന്ത്യ തുടങ്ങിയ കുറഞ്ഞ തൊഴിൽ ചെലവുള്ള രാജ്യങ്ങളിലേക്ക് ഉൽപ്പാദനം മാറ്റി. ചൈന സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി FDIയുടെ ഒഴുക്ക് മുതലെടുത്തു. ഈ തന്ത്രത്തിൻ്റെ ഫലങ്ങൾ അതിൻ്റെ GDP വളർച്ചയിലും വിവിധ വ്യവസായങ്ങളിലെ ചൈനയുടെ പുരോഗതിയിലും പ്രകടമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ, സൗരോർജം, ഓട്ടോണമസ് കാറുകൾ എന്നിവയിൽ ചൈന ആഗോളതലത്തിൽ ഒരു നേതാവായി മാറിയിരിക്കുന്നു. മാത്രമല്ല, ചൈനീസ് നിർമ്മിത വാണിജ്യ ജെറ്റുകൾ ഇപ്പോൾ വ്യവസായ ഭീമന്മാരായ ബോയിങ്, എയർബസ് എന്നിവയുമായി മത്സരിക്കുന്നു. ഈ നേട്ടങ്ങൾക്കെല്ലാം പുറകിൽ ചൈനയുടെ പ്ലാനിംഗ് വളരെ വ്യക്തമാണ്. അവർ അവരുടെ സമ്പത്തിൻ്റെ ഒരു നിർണായകമായ ഭാഗം R&Dയിലേക്ക് തിരിച്ചുവിട്ടു. സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിൽ ചൈന സജീവ പങ്കുവഹിക്കുന്നു. ബ്രിക്സിലെ ഒരു പ്രധാന അംഗമെന്ന നിലയിൽ യുഎസ് ഡോളറിൻ്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനായി ഒരു പുതിയ ആഗോള കറൻസി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ചൈന. യുഎസിൽ നിന്ന് ചൈനയിലേക്ക് സാമ്പത്തിക വളർച്ചയുടെ ചലനാത്മകത മാറുന്നത് ആഗോള അധികാര സന്തുലിതാവസ്ഥയിൽ ഒരു പ്രധാന മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ട്രംപ് ആരംഭിക്കുമെന്ന് പറയുന്ന വ്യാപാര യുദ്ധത്തെ തങ്ങളുടെ സ്ഥാനം നിലനിർത്താനുള്ള യുഎസിൻ്റെ അവസാന ശ്രമമായി കണക്കാക്കാം. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വിജയിക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി.